അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ RSS മുഖപത്രം ഓർഗനൈസർ അമേരിക്ക ലോകത്ത് ഭീകരവാദവും ഏകാധിപത്യവും പ്രോത്സാഹിപ്പിക്കുകയാണ്. വ്യാപാര യുദ്ധങ്ങളും തീരുവകളും സ്വാതന്ത്ര്യത്തെ തകർക്കുന്നതിനുള്ള പുതിയ ആയുധങ്ങളാണെന്നാണ് RSS മുഖപത്രം വിമർശിക്കുന്നത്. വിവരങ്ങൾ ഐസൺ ജോസ് നൽകും. ഐസൺ, RSS മുഖപത്രമായ ഓർഗനൈസർ രൂക്ഷ ഭാഷയിലാണല്ലോ അമേരിക്ക അടുത്ത കാലത്ത് കൈക്കൊള്ളുന്ന നിലപാടുകളെ വിമർശിക്കുന്നത്. ഓർഗനൈസറിൽ വന്ന ഒരു ലേഖനം സംബന്ധിച്ച ഒരു ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നത്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് അമേരിക്കയിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ശേഖർ പട്ടേലിൻ്റെ വിലയിരുത്തലുകളാണ് ഈ ലേഖനത്തിൽ വന്നിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഒരു സാമ്പത്തിക സാമൂഹിക അനുബന്ധമായ സ്ഥിതിവിശേഷങ്ങളും ആ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില നീക്കങ്ങളും ട്രംപ് നടത്തുന്നുവെന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ അത് വിശദീകരിക്കുകയാണ്. അത്തരത്തിൽ വിശദീകരണത്തിനെ കൃത്യമായ ചില ആശ്രയിക്കാവുന്ന ചില വിവരങ്ങളും അദ്ദേഹം ഈ കാര്യത്തിൽ ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായി അദ്ദേഹം പരാമർശിക്കുന്ന ലേഖനം എന്ന് പറയുന്നത് അമേരിക്കയുടെ പൊതുകടം പബ്ലിക് ഡെറ്റ് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പബ്ലിക് ഡെറ്റിൻ്റെ പലിശ മാത്രം അമേരിക്കയുടെ പ്രതിരോധ ബജറ്റിനേക്കാൾ കൂടുതലായൊരു സാഹചര്യം. സ്വാഭാവികമായും അത് സാമ്പത്തികമായി വലിയ ഉലച്ചിലേക്ക് ആ രാജ്യത്തിനെ കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായും ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. അതെല്ലാം തന്നെ അവിടെയുള്ള സാമൂഹ്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമായി ആ ഒരു സാമ്പത്തിക ഘടകം മാറുന്നു. ആ ഒരു ഘടകം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ നീക്കം ട്രംപ്, അതായത് തൻ്റെ രാജ്യത്തിൻ്റെ വീഴ്ച അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നാക്കം പോകുന്ന ഒരവസ്ഥയും അതുപോലെ ചില സോഷ്യൽ ഇനീക്വാലിറ്റീസും സാമൂഹ്യമായ ചില ഉൾച്ചേർക്കലുകളിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിനെ മറ്റു രാജ്യങ്ങളുടെ സ്വയം പര്യാപ്തതയെ എതിരിടുന്ന അല്ലെങ്കിൽ അതിനെ തകർക്കുന്നൊരു നീക്കമാണ് നടത്തുന്നതെന്നാണ് ഈ ലേഖനത്തിൻ്റെ പരാമർശത്തിൻ്റെ ഒരു രത്ന ചുരുക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി, അതായത് ഈ അമേരിക്കയുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന നീക്കങ്ങളുണ്ടായിരുന്നു. ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രട്ടൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് വേൾഡ് ബാങ്ക് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളിലൂടെയായിരുന്നു ശക്തമായ ഇത്തരം നീക്കങ്ങൾ നടത്തിയിരുന്നത്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നത് മറ്റു രാജ്യങ്ങളെ സാമ്പത്തികമായി തകർക്കുക എന്നതിനപ്പുറം മറ്റു രീതിയിൽ, അതായത് ഒരു സാമൂഹ്യ വിരുദ്ധമായ രീതിയിൽ മറ്റു രാഷ്ട്രങ്ങളെ പലതിനും പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് കൃത്യമായി അദ്ദേഹം വീക്ഷിക്കുന്നുണ്ട്, അദ്ദേഹം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക തകർച്ച വലിയൊരു വിഷയമാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ തീരുവ ചുമത്തുന്നതിനെതിരെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തീരുവ ചുമത്തുന്നതെന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയുന്നത് ഈ അടുത്ത കാലങ്ങളിലുണ്ടായ ഡീപ്പോർട്ടേഷൻ, അതായത് ഈ മെക്സിക്കോയിൽ നിന്നുമൊക്കെയുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിനുള്ള നീക്കങ്ങൾ കാര്യമായി നടത്തുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയിലെ ഒരു വെളുത്ത വിഭാഗം, അതായത് ഒരു വർണ്ണവിവേചനത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, ഒരു സാമൂഹ്യ ഇനീക്വാലിറ്റിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു പശ്ചാത്തലം ഈ അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. അത് വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വർദ്ധിക്കുന്നൊരു സാഹചര്യത്തെ കൂടി വലിയ തോതിൽ അത് അമേരിക്കയ്ക്ക് എതിരായി വരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് സ്വാഭാവികമായും ഉത്പാദനക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ അതെല്ലാം പരിഹരിക്കുന്നതിനുള്ളൊരു നീക്കമായാണ് ട്രംപ് ഇത്തരത്തിലുള്ള അധിക താരിഫ് ചുമത്താനുള്ള നീക്കം നടത്തുന്നതെന്നും അദ്ദേഹം കൃത്യമായി പരാമർശിക്കുന്നു. ഏറ്റവും സുപ്രധാനമായ വിഷയം എടുത്തു പറയേണ്ടത് ബ്രിക്സ് രാഷ്ട്രങ്ങളെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നുവെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി തന്നെ ഈ ശേഖർ പട്ടേൽ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതാണ്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ബ്രിക്സ് രാജ്യങ്ങളിൽ ബ്രിക്സിൻ്റെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ബ്രസീലുണ്ട്, അതുപോലെ തന്നെ റഷ്യയുണ്ട്, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. സ്വാഭാവികമായും ബ്രസീലും റഷ്യയും അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും ഈ 4 രാജ്യങ്ങളെടുത്താൽ ബ്രസീലിന് 50% താരിഫ് ഈ അടുത്ത സമയങ്ങളിൽ ചുമത്തിയിരിക്കുന്നു. ഇന്ത്യക്കെതിരെ 50% താരിഫ് ചുമത്തിയിരിക്കുന്നു. 17-ാം തീയതിയോടുകൂടി, അടുത്ത സെപ്റ്റംബർ 17 50% താരിഫിലേക്ക് ഭാരതം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ 25% അധിക താരിഫ് നിലനിർത്തിയിരിക്കുന്നു. മറ്റൊരു പ്രശ്നം ചൈനയുമാണ്. ചൈനയുമായുള്ള ഈ അടുത്ത കാലത്തുള്ള താരിഫ് യുദ്ധങ്ങളിൽ ചില മരവിപ്പിക്കലൊക്കെ നടത്തിയെങ്കിലും നിലവിലെ താരിഫ് എന്ന് പറയുന്നത് 30% താരിഫാണ് ചൈനയ്ക്ക് ബാധകമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചും ചൈന 10% താരിഫ് ബാധകമാക്കിയിട്ടുണ്ട്. റഷ്യയെ പരിശോധിക്കുകയാണെങ്കിൽ റഷ്യയുടെ എണ്ണ വിൽപ്പനയിൽ ഒരു ഉപരോധം നിലനിർത്താനുള്ള നീക്കം നടത്തുന്നു. അത് ഭാരതം എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത 25% നികുതി ചുമത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ബ്രിക്സ് രാജ്യങ്ങളെ കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നത് ഈ രീതിയിലുള്ള, അതായത് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ലോകം മാറുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ മാറുന്ന സാഹചര്യത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം പറയുന്നത് ഭാരതവുമായി ഇത്തരത്തിൽ നേരിടാൻ അമേരിക്ക പുറപ്പെട്ടാൽ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാകില്ല. പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആ ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള സാമ്പത്തിക പരിഷ്കരണം അമേരിക്ക അടുത്ത കാലത്ത് ഉയർത്തുന്ന പ്രകോപനങ്ങളുടെ പശ്ചാത്തലത്തിൽ RSS മുഖപത്രമായ ഓർഗനൈസർ രൂക്ഷമായ വിമർശനമാണ് അമേരിക്കയ്ക്കെതിരെ നടത്തുന്നത്. ലോകത്ത്
ഭീകരതയെയും ഏകാധിപത്യത്തെയും പ്രോത്സാഹിപ്പിക്കാൻ US ശ്രമിക്കുന്നുവെന്ന വിമർശനം ഓർഗനൈസർ മുന്നോട്ട് വയ്ക്കുന്നു. നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഐസൺ ജോസ്.